ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കലാമച്ചമാരിക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ ഒരു പരിപാടി ഉണ്ട് ഗൈസ്. നമുക്ക് ഇന്നൊരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രിപ്പിന് പോകണം. ചെയ്യാനൊക്കെ വണ്ടി മൊത്തം ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഗൈസ്. കാരണം ഇവന്മാർ ഈ ബസ്സിനുള്ളിൽ കയറിയിട്ട് ലേസും ചിപ്സും ഒക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് മൊത്തം അലമ്പാക്കിയിട്ട് അങ്ങനെ. അപ്പോൾ അമ്മ അതിൻ്റെ ക്ലീനിങ്ങിലാണ്. ക്ലീനിങ് അതിനാളാ ഇല്ല അടുത്ത വർഷമായിക്കോള് കാരണം വീണ്ടും ഒരു കേൾക്കണേ. എടാ ചെക്കന്മാരെ, നീയൊക്കെ പിന്നെ ലേസ് തിന്നണാ? ആണാ ഞങ്ങള് തിന്നണേ. ആണാ? എന്നാ മാറി നോങ്ങാടി. തീർന്നു വേടാ ലൈസ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് നേരെ കത്തിച്ച് നമുക്ക് മാറി ഈ ബസ്സിൻ്റെ ആരും ലേസ് തിന്നുണ്ട. ലേസ് എടുത്ത് പുറത്താട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അയ്യോ, ഇത് പോക്കറ്റിൽ നിന്ന് എടുക്കാൻ. അപ്പോൾ ഗൈസ് അടച്ചക്ക കഴിക്കണ്ട. അപ്പോൾ കേസ് അവൻ്റെ തീറ്റ അപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇനി എനിക്കൊരു ഷവായും അൽഫാമൊക്കെ വാങ്ങിക്കണം കഴിച്ച്. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അമ്മമാർ കാണാണ്ട് എങ്ങനെയെങ്കിലും അത് കഴിക്കണം. ഇനി എന്തെന്ന് ഷവായും അൽഫാമോ ഇച്ചിരി വെച്ചിട്ട് വേണം. എന്ത് ഷവായും അൽഫാം ഞാൻ മേടിച്ചിട്ടില്ലടാ. ഞാൻ പറഞ്ഞില്ലല്ലോ അതിന് ഷവായും അൽഫാം. ഈ ചക്കൻ എന്തൊക്കെയാണ് കഴിച്ച് പറയണം? വീഡിയോയിൽ പോയി നോക്കോട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നോക്കട്ടെ. എടാ നീ മിണ്ടാണ്ടിക്ക്. ഫസ്റ്റ് നമുക്ക് ആ കസ്റ്റമേഴ്സിനെ എടുക്കണം. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തി കഴിച്ച് സ്കൂൾ ട്രിപ്പാണെന്ന് തോന്നുന്നത്. സിയാൻ്റെ ഒരു പാക്കേജിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് എന്ന് ഞാൻ പറയല്ലേ. ഇപ്പുറത്ത് നല്ല ആൾക്കാർ. ഞാൻ ഫസ്റ്റ് നോക്കിയപ്പോൾ കണ്ടില്ല ആൾക്കാരെ. പൈസ നമുക്ക് കുറച്ച് അമ്മൂമ്മമാരുടെ ട്രിപ്പാണ് ഉണ്ടാക്കും നീ ചോദിച്ച പോലെ. ഇന്നത്തെ മറ്റേ ചക്കറുണ്ടല്ലോ സിയാന്. ആരാടാ? അല്ല, കഴിഞ്ഞ വർഷം ഈ ബസ്സിൻ്റെ അകത്ത് മുള്ളിക്കളഞ്ഞ് അക്കു മുള്ളിയിട്ട് 2 വർഷമായി. അപ്പോൾ ഈ ചക്കന്മാർ അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മ പക്കി അവന്മാരെ കയറ്റി വിട്ട് വെറുതെ ഗൈസ്. പിന്നെ ഈ ബസ്സിൻ്റെ അകത്ത് നമ്മൾ സബ് വെച്ചിട്ടുണ്ട് മൊത്തം. ഇല്ലാണ്ടിക്കടാ. അപ്പോൾ ഈ നമ്മൾ സബ് വെച്ചിട്ടുണ്ട്. പവർ റേഷ് ആക്കി എടുക്കണേ. നമ്മൾ സബ് എന്നിട്ട് കൊടുക്കണം. വേണ്ട, ഇടണ്ടേ? എന്നാൽ ഇടാം. പൈസ നമ്മൾ അതേ സബ് കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഒന്നരയിലേക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താന്നാവും കിട്ടണില്ല. എല്ലാവരോ ഗൈസ്, നമ്മുടെ ബസ്സിന് നല്ലോണം സബ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കൂല. അതുകൊണ്ട് നമ്മൾ പാട്ട് ഇടാണ്ട് പോകും. അല്ലേ സിയാനെ? പാട്ടിട്ടുണ്ടോ? വേണമെങ്കിൽ പിള്ളേരെ വൈബാക്കാനായിട്ട് സിയാൻ വേണമെങ്കിൽ പാട്ട് പാടും. അല്ലേ? ഞാൻ പാടും. അതെ, ഞാൻ കഴിച്ചാൻ പാടുമെന്ന് എന്ത് പറയാനല്ലേ. ഇച്ചയങ്ങാണ്ട് പാടിയതാണ്. ഇനിയിപ്പോൾ പാടണമെന്നൊന്നുമില്ല. പൈസ നമുക്കിനി നേരെ പിള്ളേരെ അങ്ങോട്ട് കുത്തി വരപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇതൊരു അമ്മാമ്മമാരുടെ ട്രിപ്പാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്നാൽ കുറച്ച് പിള്ളേരുണ്ട്. ട്രക്കിങ്ങിനൊക്കെ പോണ പോലെയൊക്കെയാണ് ബാക്കിൽ പിള്ളേരിക്കണം. ചേട്ടാ ബിഗ് ഫാൻ ചേട്ടാ, പാട്ടുണ്ടോ ചേട്ടാ? പാട്ട് പാട്ടില്ല. ബിഗ് ഫാനാണ്. എന്നാ വന്ന് കാരണം എനിക്ക് നിങ്ങളെന്തോ കോപ്പി അടിക്കാണ്ടിക്ക്. അതെന്താടാ ഉള്ളി കോപ്പി അടിക്കാണ്ടിരിക്കാനൊക്കെ പറയണം? ഇവര് എക്സാം ഇതൂടെ നടത്തണേ. ഐ സി. നീ കോപ്പി അടിച്ചിട്ടല്ലേ ചോദിച്ചാ? അതിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലേ. അങ്ങനെ പറയണേ. ഇപ്പൊ ഡ്രൈവിംഗ് എക്സാം ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ കിട്ടിയത്. എടാ ലൈസൻസ് കള്ളം പറയാ. ഞാനില്ലേ പെട്രോളാ വണ്ടിക്ക് വള കണ്ടിക്ക്. അതുകൊണ്ട് നമ്മ ഇച്ചിരി ഫുൾ ടാങ്ക് അടിച്ചേക്കാം. തൂത്താ ഗൈസ്. അങ്ങനെ നമ്മ ചക്കന്മാരെ മിണ്ടാണ്ടിരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ബസ്സിൻ്റെ അകത്ത് 117 ലിറ്റർ ഉണ്ട് ഗൈസ്. ടോട്ടൽ ഇത്ര ഒന്നും കപ്പാസിറ്റി അല്ല, ഒരു 30 കപ്പാസിറ്റിന്ന്. ഇത്തിരി കൂടെ ഉണ്ട് കപ്പാസിറ്റി. നമ്മ ഫുൾ അടിക്കാനാണ്. എന്താ കപ്പാസിറ്റി? കറങ്ങും. കപ്പാസിറ്റി നിന്റെ വയറ്റിൽ ഇപ്പൊ എത്ര കിലോ ഭക്ഷണം കയറും? അതറിയാൻ പാടില്ലല്ലേ. എത്ര? ഒരു പേരിയേ? അപ്പൊ നമുക്ക് അടുത്ത മാപ്പിലായി. അപ്പൊ ഗൈസ്, നമ്മുടെ അക്കുവാണെങ്കിൽ UKG പാസ് എക്സാം ചെയ്യാൻ പോയേക്കാണ്. ഫുള്ള് കോപ്പി തുണ്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ചെക്കന ഇവിടെ നിന്ന് അങ്ങോട്ട് UKGയിലോട്ട് വന്ന് വിടാറുണ്ട്. അവൻ UKG പാസ്സായിട്ടില്ല ഗൈസ്. എന്നിട്ടാണ് നമ്മളോടൊപ്പം കറങ്ങി നടക്കണ ചെക്കൻ. അതാണ് UKG പഠിക്കാൻ വിട്ടാറുണ്ട്. UKG പഠിക്കാൻ വിട്ടാറുണ്ട്. സോറി ഗൈസ്.
അത് UKG പഠിച്ച് UKG. അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ അങ്ങോട്ട് കത്തിച്ചു പോവാം. അതിനിടയിൽ പിള്ളേരെ ബോധം കെടുത്താനുള്ള പാട്ട് ചെയ്യാൻ കൊണ്ടുവരണം. അതാണ് നമ്മുടെ സിയാന്റെ ഐ പവർ. ഈ ബട്ടൺ ഈ ബട്ടൺ ഏത്? ഞാൻ നോക്കി നോക്കാം. എന്താടാ ഉള്ളിലുള്ള ലൈറ്റൊക്കെ കേട്ടു പോയല്ലേ? ഞാൻ ഏതോ ബട്ടൺ പിടിച്ച് നക്കിയിട്ട് എല്ലാം ചീത്താക്കി. എടാ ബട്ടൺ എനിക്കൊന്നും കാണാൻ പറ്റില്ല ഗൈസ്. അയ്യോ ആൻഡ്രോയിഡാ? പക്ഷെ ആൻഡ്രോയിഡന്ന് റൊണാൾഡോ മാറി നോക്കാട്ട്. ലൈറ്റ് ഇല്ലാത്തോണ്ടൊന്നും കാണാനും പറ്റില്ല ഗൈസ്. ഇനി കുഴപ്പമില്ല, നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എല്ലാ പിള്ളേരും രാത്രിയില ഗൈസ് നമുക്ക് ഈ സ്ഥലം ഒന്ന് സിയാൻ നീ അത് സ്വിച്ച് പിടിച്ചാൽ നിൽക്കിയത്? നേരാണോ സ്വിച്ച്? റെഡ്. അതെനിക്കൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇപ്പം നോക്കണം. അത് ഇച്ചിരി അങ്ങോട്ട് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഈ പിള്ളേരുടെ ഒപ്പം ഒന്ന് പോയിട്ട് വരാം. യാത്ര ഇവരെന്ത് കാണാനാണ്ടാ വന്നേക്കണം ഇവിടെ ഗൈസ്. ഇവിടെ ഒരു അത്ഭുത മുട്ടയുണ്ടെന്ന് പറയാൻ കേട്ടാറുണ്ട് ഞാൻ. ആ അത്ഭുത മുട്ട നോക്കട്ടെ കേട്ടോ ഞാൻ ഗൈസ്. നമ്മ അന്ന് ഇവിടെ എങ്ങാണ്ടൊക്കെ കണ്ടത് ഗൈസ്. റിയൽ മുട്ട കേട്ടാ, അല്ലാണ്ട് സിയാൻ്റെ മുട്ടയല്ലേ. ഇതെന്താ ഇതൊരു മറ്റേ ഈ സ്ഥലം കാണുമ്പോൾ ഇല്ലേ ഗൈസ്, എനിക്ക് മറ്റേ ഫ്രീ ഫയറിൽ പീക്കിലൊരു സ്ഥലമില്ലേ, അതാണ് ഗൈസ് എനിക്ക് ഓർമ്മ തന്നെ. ഇതൊന്നും ബസ്സില്ല. അയ്യോ ഗൈസ് ഒന്നും മര്യാദക്കൊന്നും കാണാൻ പറ്റണില്ല കേട്ടോ. ഇവിടെ എവിടെയോ കണ്ട ഒരു മഞ്ഞ കളർ കണ്ടാ? ഡൈനോസർ മുട്ട ഗൈസ്. സിയാൻ അടയിരുന്ന് മുട്ട വരെ ഉണ്ടാക്കി. എന്നോട് പറഞ്ഞില്ല, അത് ഞാൻ ചോദിച്ചില്ല. മുട്ടയുടെ ഉള്ളിൽ ആരും കാണാനില്ലടാ. അയ്യോ മുട്ടയുടെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അയ്യോ ഇപ്പോൾ ഇതാണ് നമ്മുടെ മുട്ട. ഒരു ആരാണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കണ സ്ക്രീൻഷോട്ട് എടുക്കാം. എടാ നമുക്ക് ഒരു നമുക്കിത് നൈസായിട്ട് ഒരു ഓംപ്ലേറ്റ് ആക്കിയാലോ ചെയ്യാൻ? ഓംപ്ലേറ്റ് ആക്കാം. വലിയ മുട്ടക്ക് ഒരു ഗ്രഹം തന്നെ. എന്ത് എന്ത് കുഷി കുഷിയാ? കാശാ? മുട്ട വിറ്റ് കാശാക്കാനാ? ഡൈനോസർ അല്ലടാ ഇത് എനിക്ക് തോന്നണ ഗൈസ് സിയാൻ്റെ അത്ര ഉള്ളതുകൊണ്ട് സിയാൻ മുട്ട എന്നാണ് അപ്പോൾ നമ്മുടെ ഇന്ന് വിളിക്കാൻ പോകുന്നത്. എന്നെ പൊന്നു വെച്ചിട്ട് ഒറ്റ സംസാരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അവർക്ക്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സ്വർണ്ണ മുട്ട. നിങ്ങൾ ഈ മാപ്പിൽ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ, പക്ഷേ നിങ്ങൾ ഇവിടെ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ലല്ലേ സിയാനെ? അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വർണ്ണ മുട്ട. ഈ മുട്ട കാണാനാണ് അവർ വന്നേക്കണത്. പക്ഷെ നമുക്കിത് നൈസായിട്ട് അങ്ങോട്ട് എടുക്കണമെന്നുണ്ട് ഗൈസ്. എടാ മുട്ടയുടെ ഉള്ളിൽ ലൈറ്റ് എടുത്ത് വെച്ചേക്കണേ അമ്മ. മുട്ട മാത്രം തിളങ്ങിയിരിക്കും, ഞാൻ മാത്രം കറുത്തിരിക്കും. സ്ക്രീൻഷോട്ട് എടുക്കണേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പോൾ ഗൈസ് നമ്മരെ ഇവിടെ ആ മുട്ടയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അവരിപ്പോഴും വന്നിട്ടില്ല. അങ്ങനെ അവരെയും വെയിറ്റ് ചെയ്തിരിക്കുക ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മ അവരെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇവിടെ നിന്നിട്ടുണ്ട്. എന്താ ചെയ്യാനാ പറ ഗൈസ്? നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം ഗൈസ്. നല്ലൊരു ഹൊറർ ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം നിങ്ങൾ. ഫേസ് റിവ്യൂലുമായിട്ട് വരുള്ളൂ. നീ ഇപ്പൊ ലൈറ്റൊക്കെ ശരിയാക്കിയല്ലേ ചെയ്യാനപ്പം? ഞാൻ ടെക്നിക്കൽ പ്രോബ്ലം ശരിയാക്കി ഗൈസ്. നമുക്ക് നാളെ ഒരു ട്രിപ്പ് ഉണ്ട് ഗൈസ്. അത് റൊണാൾഡോ ഗൈസ് നമുക്ക് നാളെ ഒരു ട്രിപ്പ് ഉണ്ട്. പക്ഷെ അത് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മ അന്നൊരു സ്ഥലത്ത് പോയില്ലേ ഗൈസ്, മറ്റേ ഏതായിരുന്നു മറ്റേ ഒരു ഓഫ് റോഡൊക്കെ ആയിട്ട് ഒരു അമ്പലം പോലത്തെ അങ്ങോട്ടേക്കാണ് ട്രിപ്പ് വേണമെന്നുള്ളത്. എന്താന്ന് വെച്ചാൽ ഡെയിലി വീഡിയോ ഒന്നും വരാത്തത് ഞങ്ങൾക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ടാണ്. അത് തന്നെ ഗൈസ്. ഞാൻ UKG പഠിപ്പിക്കാൻ വിട്ടിട്ട് അവൻ ഇതുവരെ പാസ്സായിട്ടില്ല ഗൈസ്. അതിനെക്കുറിച്ചല്ല ഞാനിപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി നേരെ ഇനി അടുത്തൊരു സ്ഥലമുണ്ട് ഗൈസ്. എന്തോ ജൈന്റ് വീലൊക്കെ പോലത്തെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി അടുത്തൊരു ഉറങ്ങലാ. എനിക്ക് സൈഡൊക്കെ പറഞ്ഞല്ലേ. നേരത്തെ അടിക്കോ സൈഡായിരിക്കും. പിള്ളേർക്കൊക്കെ എന്താണ്ട് ഒരു മൂഡ് ഓഫ്. എല്ലാരും ഉറങ്ങി. എല്ലാരും ഉറങ്ങിയ? ഞാൻ ഓട്ടോ ഡ്രൈവ്. അന്നൊരു കാര്യം ചെയ്ത് താരാട്ട് പാടി കൊടുത്തേക്ക് അമ്മമാർക്ക്. പാട്ടും നിന്റെ ബ്ലോഗ് എടുത്തു. ഹലോ നമ്മൾ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചേട്ടാ പാട്ട് പാടാൻ പോണാ ചേട്ടാ? അല്ലല്ല താരാട്ട് പാടാൻ പോകുന്നു. ഞങ്ങൾ ഉറക്കാൻ പോണാ ചേട്ടാ? അല്ല ഉറക്കാൻ പോണെന്നാണ് പറയടാ. ആണാണെന്നാ ഗൈസ് അവനാണെന്ന് എല്ലാവർക്കും അറിയാം. ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി നോക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം. നമുക്ക് അടി തട്ടാനുണ്ടാകുന്നൊന്ന് നോക്കണം ഗൈസ്. ഇവിടെ നിന്ന് ചെറുതായിട്ടൊരടി തട്ടാനുണ്ട്. എടാ ഇനി ഈ പാട്ട് പാടിക്കോ. ടെസ്റ്റിംഗ് 1 2 3.
40, 50, 65. അക്കു ഫ്രൈ. അക്കു ഫ്രൈ അല്ലടാ LKG ഫ്രൈ. 4 kg ഫ്രൈ. ചേച്ചി വാസ്കോഡാമ പുതുവർഷം കാണണ്ട എല്ലാരും പോണം ഫോട്ടോച്ചിൽ ആനത്ത് വേണം നമ്മൾ ഇല്ല ഫോട്ടോച്ചി കൊച്ചി വന്നിടടാ വാസ്കോഡാമ പുതുവർഷം കാണാൻ ഇങ്ങോട്ടേക്ക് പോണം കൊച്ചിയിലേക്ക് എല്ലാരും വന്നേ ആ ഞങ്ങളെല്ലാരും ഉണ്ടാകും മോഹൻലാലും ഉണ്ടാകും ലൈറ്റ് ഷോയും ഉണ്ടാകും എല്ലാം ഉണ്ടാകും പപ്പനിന് കത്തിക്കും എടോണോണ്ടാ മാവേലിനെ കത്തിക്കൊന്ന് അറിയണെങ്കിൽ അത് ഓണം അത് ഓണമില്ലല്ലോ ചല എല്ലാരും ഓണം കഴിഞ്ഞു പിള്ളേർ ഇറങ്ങിയാ നോക്കി പിള്ളേര് എല്ലാരും ഉറങ്ങിയല്ലോ ഞാൻ നോക്കട്ടെ ഗൈ എടാ അമ്മമാരെന്താ കണ്ണും മുഴിച്ചൊക്കെ ഇരിക്കണം പൊണ്ണണ്ട ഇവറ്റ പാട്ടിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റല്ല എന്താടാ ചെയ്യാൻ ഞാൻ കൊന്ന നീ ഉറങ്ങണ്ട എനിക്ക് സൈഡൊക്കെ ഒന്ന് പറഞ്ഞ അങ്ങനെ നീ സൂചിച്ചുറങ്ങണ്ട അങ്ങനെ ഇപ്പൊ നീ കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കണ്ട ABCD നീ പറ അയ്യോ അണ്ണാ ഇവനെ ടോർച്ചർ ചെയ്യണ അതെന്താടാ ചെയ്യാൻ ടോർച്ചർ ചെയ്യണ നീ എന്തിന് വിടറാ ചക്കനെ ആ ചക്കന്മാരല്ല ആ ചക്കനെ ടോർച്ചർ ചെയ്തെന്ന് പേഴ്സ് നമുക്ക് ഇനി സബ്ബൊക്കെ ഒന്ന് ശരിയാക്കണം സബിനൊരു പതർച്ചയാണ് അയ്യോ ചത്ത് ഇപ്പൊ ചത്താനെ പാട്ടിട്ട പറയണൊന്നും കേൾക്കൂലടാ നമുക്ക് വേണമെങ്കിൽ വ്ലോഗ് നിർത്തിക്കാണ്ട് ചെക്കന്മാർക്ക് വന്ന് പാട്ടൊക്കെ പാടിക്കൊടുക്കുക അയ്യോ പാട്ട് പാടിക്കൊടുക്കണ്ട ഞാൻ ചത്തു ഗൈസ് എൻ്റെ സ്റ്റോക്ക് തീർന്നു പോയി ഗൈസ് പഞ്ഞിയുടെ ഞാൻ വാങ്ങിക്കണോ അത് എനിക്ക് അല്ലെങ്കിൽ ശരിയാവൂല പേഴ്സ് നമുക്ക് ഇനി ഇവിടെ നിന്ന് ക്യാബിൻ ലൈറ്റ് ഓൺ ആക്കടാ അയ്യോ പോയി എടാ എടാ എല്ലാം പോയടാ എടാ ഒന്നും കൂടി നോക്കിക്കേ ഓക്കെ ഗൈസ് കത്തി ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ഇനി ഇവിടെ എവിടെയോ ആണ് ഗൈസ് ആ സ്ഥലം എന്തിന് എടാ ഡോറാബുജി കഴിഞ്ഞടാ അതല്ല പ്രേതത്തിന്റെ സിനിമ എന്തിന് അല്ലെങ്കിൽ ഉറങ്ങാറില്ല നീ അതും കൂടി കണ്ടിട്ട് എന്നെയും കൂടി ഉറക്കാണ്ടിരിക്കാനാണ് അയ്യോ ഗൈസ് പോസ്റ്റിൽ കയറി നീ അങ്ങനെ ഉറങ്ങണ്ട ഞാൻ സുഖിച്ചുറങ്ങട്ടെ നീ ബസ് ഓടിക്കും പൈസ ഡ്രൈവർ ചേഞ്ച് ചെയ്യാൻ പോണെയാണ് കാരണം അല്ലെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഇവനാണെങ്കിൽ ഞാൻ ഓടിക്കുമ്പോൾ സുഖമായിട്ടാണെന്ന് ഉറങ്ങും കാരണം നല്ലത് നമുക്ക് ഇവനെ കൊണ്ട് ഓടിപ്പിച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങണേ ഞാനൊന്നും പറഞ്ഞടാ അവിടെ പോലെ ഓടിച്ചു വെച്ചോ സ്ഥലത്തെത്തി ഗൈസ് നമ്മ ഞാനത് മറന്നു പോയി സ്ഥലത്തെത്തി ഓടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പിള്ളേരെ സ്ഥലത്തെത്തി ഇറങ്ങണോ എല്ലാരും ഇറങ്ങണോ പോയി സ്ഥലം കാണോ ഇല്ലടാ ഞാൻ ഇവരെല്ലാം നടക്കുകയാണ് ആ പിള്ളേരുടെ സാറാണ്ടാ പറഞ്ഞ അവരുടെ അടുത്ത് ഇറങ്ങാൻ ഇറക്കൂല ഇവന് എല്ലാം കൂടി തടഞ്ഞു നോക്കാൻ അവരൊക്കെ ഇറങ്ങാനുണ്ട് പയ്യന് എടോ ഇറങ്ങണോ എല്ലാവരും ആ ചെക്ക അങ്ങോട്ട് ചാടി കഴിഞ്ഞേക്കളാ ഉറക്കത്തിൽ പോലിക്കണേ ചേട്ടാ അത് എവിയാണ് ചേട്ടാ ഈ ബസ്സിലെ കിളിയാണ് എന്ത് മണ്ടനാ അല്ല ചേട്ടാ ഈ ബസ്സിലെ സൈഡൊക്കെ പറഞ്ഞ ആളാണ് എന്ത് മൂലക്കുരുവാ എന്തൊക്കെയുണ്ട് ആ സാർ കേൾക്കണേ അത് നീനൊക്കെ പറയാൻ പറ്റത്തുണ്ട് എന്നാ ഓക്കെ അപ്പൊ നമുക്കത് മൈൻഡ് ചെയ്യണ്ട ആ സാറ് കിളി പോയി കാണുന്ന സാറാണ് കുറച്ചൊന്ന് പീഡിപ്പിക്കട്ടെ നീ ആ സാറിനെ വെച്ച് പീഡിപ്പിക്കാൻ തുടങ്ങിയ ഗൈസ് ഇവിടെ എന്താണ് ഒരു വണ്ടർലാ റൈഡൊക്കെ പോലെ ഇക്കോണ്ടല്ലോ ഗൈസ് അവിടെ ഒരു വണ്ടർലാ റൈഡൊക്കെ പോലെ ഇക്കോണ്ട് അപ്പൊ ഗൈസ് അങ്ങനെ കുറെ നേരത്തിന് ശേഷം അവര് ബസ്സിന്നറിയിക്കോട്ടെ സാറിന്റെ ചിക്കൻ കൂടി പണിയാണ് ചെയ്യാനായി ഞാൻ അടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു വണ്ടർലേ ഇട്ടോ ഗൈസ് അപ്പൊ നമ്മ ഇപ്പൊ പിന്നെ അടിക്കണം നമ്മ അപ്പൊ ഗൈസ് വണ്ടർലയിലാണ് ഇപ്പൊ വന്നത് ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് അയ്യോ വളക്കണ്ട ഈ വലിയ വണ്ടിയൊക്കെ വളക്കാനായിട്ട് നല്ല പാടാണ് ഭയങ്കര ഈസിയാണ് നേരെ കുത്തിക്കയറ്റിയാൽ നേരെ കുത്തിക്കയറ്റിയാൽ വണ്ടി നിനക്കാലും ഞാൻ തന്നെ ഈ വളമൊക്കെ ഒന്ന് കഴിയട്ടെ ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഞാൻ കണ്ടായിരുന്നു കുറച്ച് നാള് മുമ്പ് ഗൈസ് അവരമ്മമ്മനെ അടിച്ച് പറിച്ച് അവൻ പോസ്റ്റിൽ കയറ്റി കളഞ്ഞ് ഇപ്പൊ സ്വർഗത്തിൽ ആയിപ്പോയി ഗൈസ് ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈ ഡ്രൈവർ ചേഞ്ച് ചേർത്താൽ ഇവിടെ നിന്ന് ഞങ്ങളുടെ മുതിർന്ന ആൾക്കാരാണ് അതാണ് അവരൊക്കെ നല്ല സീനൊന്നുമില്ല അവർ പകുതി ജീവിച്ച കാര്യമാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പോവാം
ഓക്കെ ഗൈസ് നമ്മൾ വെൽക്കം ബാക്ക് ടു ഡ്രൈവിംഗ്. പൈസ നമുക്ക് ഇനി നേരെ ഭയങ്കര കയറ്റമുള്ള സീറ്റ് ബെൽറ്റ് എന്നാണ് വലിച്ചിട്ട് വരാത്ത അതിനാണ് ആരും സീറ്റ് ഒരു ബട്ടനൊക്കെ വെച്ച് ആ ബട്ടൺ ഏതാണെന്ന് പറഞ്ഞാ അതേ ഞാൻ മറന്നു. ഇച്ചിരി സീനാണ് അവിടെ ഇച്ചിരി സ്പീഡ് കുറക്കോ 93 അയ്യോ കൈസ് ഇവന് ഒടുക്കത്തെ സ്പീഡിൽ പോണ കൈസ്. അയ്യോ ഭയങ്കര വള്ളി അവിടെ വന്ന് അയ്യോ ഞാൻ സ്റ്റെപ്പിലായിട്ട് അടിച്ചു. എടാ എന്നെ ഒന്ന് പൊക്കോ സാറേ. ഡ്രൈവറിനെ വച്ചിട്ട് വേറെ വല്ല ഡ്രൈവറിനെ വെക്കടാ. സാറേ ഇവനൊരു സൂപ്പർ ഫാസ്റ്റ് ഡ്രൈവറാണ്. നിങ്ങൾ പെട്ടെന്ന് വന്നാൽ നിങ്ങളെ പെട്ടെന്ന് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഞാനൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് എല്ലാം കാണുന്നുണ്ട്. അയ്യോ വേണ്ട എൻ്റെ പനോ നൈസമ്മ അടുത്ത സ്ഥലത്ത് എത്തിയാറുണ്ട്. ഇതാണ് ഇതാണ് വണ്ടർല ഗൈസ്. വണ്ടർല അപ്പൊ നേരത്തെ നിർത്തി എവിടെ നേരത്തെ ജയിന്റ് വീല്. അപ്പൊ ഇതാണ് വണ്ടർല. അപ്പൊ വണ്ടർല കഴിഞ്ഞിട്ട് എന്താ വണ്ടർല കഴിഞ്ഞിട്ട് ഗൈസ് വണ്ടർല ഇത് ടിക്കറ്റ് എടുക്കാണ്ടോ ഗൈസ്. നമുക്ക് നൈസായിട്ട് ടിക്കറ്റ് എടുക്കാണ്ട് ഉള്ളിലാട്ടൊക്കെ പോവാം. ടിക്കറ്റ് അണ്ണാ ഞാൻ ടിക്കറ്റ് എടുത്തതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്. ഇവിടെ എന്താ ഗൈസ് 2 കൊച്ചുങ്ങൾ ഇങ്ങനെ പരസ്പരം നോക്കിക്കണം. ഇരട്ട കൊച്ചുങ്ങളാന്ന് പറഞ്ഞിട്ട് ഗൈസ്. ഇവർ ഡാൻസ് കളിക്കാൻ ഞാൻ മഞ്ഞ ഗൈസ്. 3 പേരും ഒരുമിച്ച് ഡാൻസ് കളിക്കണ. ഇത് ഇപ്പം എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കണ. മറ്റേ വാക്കോറിന് കൊടുക്കും. എന്ത് അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഒപ്പം പോകുന്ന ശരിയാവില്ല. അയ്യോ അപ്പോൾ ഗൈസ് ഇവരെന്താണ് അവിടെ തന്നെ നിൽക്കണം. അങ്ങനെ കയറി ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ഗൈസ് കുറേ നേരത്തിന് ശേഷം അവർ വന്നവരുണ്ട് ഗൈസ്. നമ്മ ഇപ്പം ഒരു ട്രിപ്പ് റോളർ കോസ്റ്ററിൽ കയറിയതാണ് ഗൈസ്. സിയാനെ കാണാൻ പോലും ഇല്ല. ഇനി സിയ ജസ്റ്റ് ഒന്ന് കൂവിക്കരഞ്ഞു. പെണ്ണുങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. എടാ ഞാൻ ഒട്ടിക്കാം. നീ ഓടിച്ചോ. നീ എന്നെ റീൽ ഓടിക്കണം. ഓടിച്ചിട്ട് പറയണ ഒട്ടിക്കാന്ന്. എന്ത് കിളി പോയാ റോളർ കോസ്റ്ററിൽ കയറിയപ്പോൾ. കുറച്ച് കിളി മാറി. എന്നാൽ ഇച്ചിരി വെച്ചാൽ കിളി പാറിച്ചോ. വേണ്ട മതി പൊന്നോ. അടുത്ത പാട്ട് കേൾക്കാൻ എന്നെ കൊണ്ടൊന്നും വയ്യ. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇനിയാണെന്ന് തോന്നട്ടാ ചെയ്യാനെ ജയിന്റ് വീല്. ഇച്ചിരി ഓവർ ട്രിപ്പാണിത്. ഓക്കെ സാറന്മാരെ എടാ അവിടെ കൂടിയൊക്കെ എടുക്കലേട്ടാ. അപ്പുറം വഴിയെന്ന് കണ്ട ഞാൻ വളച്ചെടുത്ത് കറക്റ്റ്. വെറുതെ എനിക്ക് ക്യാമറയും ഭണ്ഡാരങ്ങളൊക്കെ തെറിച്ചു പോയി. എടാ പാട്ട് കണ്ടേ പാട്ട് കണ്ട എടാ ചെവി പോട്ടാ കുറച്ച് പിള്ളേരുടെ ചെവി പോയിക്കാൻ നീ വേറെ ചെവി വാങ്ങിച്ചു കൊടുക്കും അവന്മാർക്ക്. ഒന്ന് പോടാ അവന്മാരൊക്കെ എടുക്കാൻ നോക്കരുത്. ഇപ്പത്തെ അപ്പൊ നമ്മുടെ ഹോൺ പഠിച്ചു കളഞ്ഞു ചെയ്യാൻ. ഗണേഷ് ഹോൺ നെക്കിട്ട് ഹോൺ മഞ്ഞില്ലാടെ മണ്ട സ്ഥലം കഴിഞ്ഞു വേടാ. നമുക്ക് സ്ഥലം ബാക്കിലോട്ടായിരുന്നു പോകേണ്ടത്. ബ്രേക്ക് പിടിച്ചാ ഞാൻ കണ്ടു കൊടുക്കത്തെ ബ്രേക്കായി അയാൾ പിടിച്ചത്. അല്ല നമുക്ക് എങ്ങോട്ടാ പോകണ്ട. അവിടെ ഇതല്ലേ സ്ഥലം. ഞാൻ ബാക്കാട്ട് നോക്കിയിട്ടേ ഗൈസ്. അപ്പം നമ്മൾ ജയിന്റ് വീലിൽ എത്തിയിട്ടുണ്ട്. അയ്യോ ആംബുലൻസിൽ കയറി പോകേണ്ടി വന്നു ഗൈസ്. അവക്കെ നമുക്ക് ഇവിടെ വണ്ടി ഒതുക്കാം അല്ലേ. ജയിന്റ് വീലെത്തി ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു റൈഡിൽ കയറട്ടെ പോയി. അയ്യോ സാറേ വണ്ടി നിർത്ത് സാറേ. എനിക്ക് കയറണം. അയ്യോ ചേട്ടാ പോലെ നിർത്ത്. ടിക്കറ്റ് എടുക്കണ വേണ്ട ഇവിടെ. ശരി വേണം നമുക്ക് കയറാം. ടിക്കറ്റ് എടുത്തിട്ട് ഇറങ്ങിട്ടെ. ഇതാണെന്ന് തോന്നുന്നു ഗൈസ് നമുക്ക് പോകണ്ടാത്ത സ്ഥലം. അതെ ഇവിടെയാണ് ഗൈസ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ടിക്കറ്റ് എടുത്ത് റൈഡിലൊക്കെ ഒന്ന് കയറിട്ട് വരാം. പക്ഷേ ഞാൻ എഴുന്നേക്കടാ. എന്തിന്? അപ്പോൾ ഗൈസ് അവൻ എഴുന്നേറ്റിട്ടുണ്ട് ഗൈസ്. അവൻ കരഞ്ഞിട്ട് കിളി പോയിട്ട് ഇവിടെ കിടക്കണേന്ന് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് സ്ഥലത്തായിട്ട് നമുക്ക് പോകാം. ഇനി ഗൈസ് വേറെ സ്ഥലമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ കോളേജാണെന്ന് തോന്നുന്നത് ഗൈസ്. ഇനി വല്ല സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ പോകൂല ഗൈസ്. അയ്യോ കളിയൊക്കെ പറയുന്നു ഗൈസ്. ഞാൻ കരഞ്ഞില്ല ഗൈസ്. സിയാനാണ് അമ്മച്ചി അയ്യോ എന്ന് പറഞ്ഞ. ഒന്നും കൂടി പോണം. മാറി ഇന്നോ അങ്ങോട്ട് ഞാൻ എന്നെ കൊണ്ടത് പയ്യ. വീട്ടിൽ പോയി നല്ല പൊതച്ചങ്ങനെ മൂടി കിടക്കണ്ട. എടാ എനിക്ക് പേടിയൊന്നും ഇല്ലല്ലോടാ. എന്നാ നീ ഒന്നും കൂടി എടാ പിന്നെ വണ്ടിയൊക്കെ വളച്ച് പോകണ്ടേ. വളക്കാനായിട്ട് ഒരു സ്ഥലം പോലും. എടാ ഇവിടെ വൃത്തിയായിട്ടും പോവാ. നടക്കാനാ? എടാ നമ്മ ഇപ്പൊ കൊറേ ദൂരം വന്നില്ലേ കണ്ട. വളച്ച് തിരിച്ചു. എടാ ഇവിടെ വളക്കാണ്ട് സ്ഥലമില്ല. ഭയങ്കര ഇപ്പൊ ഇത് ഇവിടെ വളക്കാൻ സ്ഥലമുണ്ടല്ലോ. എടാ ഇവിടെ കുറെ വണ്ടിയൊക്കെ പോകണുണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ടാവും.
ഓടിച്ചു അങ്ങനെ ബുദ്ധിമുട്ടാക്കല്ലേ ചേട്ടാ. ഇനി അപ്പൊ നമുക്ക് ഇനി ഇവരെ അങ്ങോട്ട് കൊണ്ട് ഇറക്കാനുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഈ പോസ്റ്റിക്ക് വെച്ചല്ലോ ചക്ക. ആ പോക്കി വണ്ടിക്കാരൻ ചത്താൻ നോക്കട്ടെ. വണ്ടിക്കാരൻ നോക്കിയാ പിടിച്ചെന്ന്. വളച്ചെടുത്ത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രയാണത്തിൽ നമ്മൾ കണ്ടത് ഒരു മുട്ട, പിന്നെ കണ്ടത് എന്തായിരുന്നു? പിയോണല്ല നമ്മ വണ്ടറിലെ പോയി, കുത്തങ്കട്ടവന്റെ സ്ഥലത്ത് പോയി, പിന്നെ അടുത്തതിന്റെ കിഡ്നി വിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചിലവാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗൈസ് അപ്പൊ ഇനി നിർത്താൻ ഗൈസ്. അപ്പൊ നമുക്ക് ഇനി നാളത്തെ ട്രിപ്പിൽ കാണാം ഗൈസ്. നാളെ നമുക്കൊരു ട്രിപ്പ് ഉണ്ട്. അയ്യോ സിയാനെ, നാളത്തെ ട്രിപ്പിൽ ദിവസം കൊണ്ട് പോകണം. കൊമ്പൻ ഇത്തിരി ചട്ടിയാണ് ഗൈസ്. എന്നാ സെഡാസ്റ്റർ നല്ല ബസ്സിലല്ല ഇനി ചെയ്സ്. ഗൈസ് നമുക്കൊരു ചെയ്സ് എടുത്താലാ സിയാനെ? ഗൈസ് നമുക്ക് നാളെ ഒരു ചെയ്സ് എടുത്ത് അങ്ങോട്ട് പണിയാൻ പറ്റൂല ഗൈസ്. കാരണം നമ്മുടെ ആകെ ഉള്ളത് 5 രൂപ. ഗൈസ് ഇന്നത്തെ 5 രൂപ എന്തിന് കോലി വിട്ടായി വാങ്ങിച്ചു തന്നെയാണ്. പോടാ, അത് ഞാൻ തരൂല ഗൈസ്. നമുക്ക് എടാ ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞല്ല അത് ഗൈസ്. ഇവ കാണേണ്ട എങ്ങനെയും കഴിക്കണം, നിങ്ങളും കാണേണ്ട എങ്ങനെയും കഴിക്കണം. അപ്പോൾ ഓക്കെ, നിങ്ങൾ കാണാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങോട്ട് അല്ലേ? ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവരും സ്പെക്ടർ എഫിന്റെ എല്ലാവരും പോയി ലൈക്ക്. ഓക്കെ ബൈ. സ്പെക്ടർ എഫ് ലൈവ് ഉണ്ട് ഗൈസ്, ഇപ്പൊ ലൈവാണ് ഗൈസ്. നമുക്ക് ഇനി നേരെ നമ്മുടെ ചെക്കൻ്റെ മുഖത്താട്ട് നോക്കിയിട്ട് തന്നെ വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു.